പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ നാൾവഴികളെക്കുറിച്ചും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാനായി ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിദാസൻ പാസ്റ്റർ അജിത് കുമാർ അവറുകളാണ്. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് കേൾക്കാം. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിദാസൻ പാസ്റ്റർ അജിത് കുമാർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദേവാസനെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങൾ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഞാനിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന മഹാരാഷ്ട്രയിലെ ബെല്ലാർഷ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എനിക്ക് ഭാര്യ, 2 കുഞ്ഞുങ്ങള്. എന്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്താണ് എന്റെ വീട്. മാതാവ്, പിതാവ്, ഒരു സഹോദരൻ. അവരാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഭവനത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്. ഓക്കെ, കർത്താവിന്റെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരമാണ്. ബാല്യകാല മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല അനുഗ്രഹീതമായ കാര്യങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തരുന്ന സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. തുടർമാനമായി സംസാരിക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടിവിയില് എനിക്ക് ഒരു അവസരം കിട്ടിയതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകർക്കും ഡാനിയൽ ജോൺ പാസ്റ്റർക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പറഞ്ഞതുപോലെ എന്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ ഇപ്പോൾ മഹാരാഷ്ട്രയില് ബെല്ലാർഷ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കുറുപ്പംപടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ എന്റെ ജനിച്ചു വളർന്ന സ്ഥലമൊക്കെ ഞങ്ങൾ കോതമംഗലത്തിനടുത്ത് ഉപ്പുകണ്ടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ പഠനവും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഈ പെരുമ്പാവൂരിനടുത്തേക്ക് വന്നത്. എന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാല് ഞങ്ങള് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നതൊക്കെ. എനിക്ക് മാതാവ്, പിതാവ്, ഒരു സഹോദരൻ. അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലൊക്കെ പോകുമായിരുന്നു. എന്നാൽ എനിക്ക് ചെറുപ്പം മുതല് എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എല്ലാവരുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് വ്യക്തിപരമായി സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ മുമ്പോട്ട് വന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. എപ്പോഴും ഞാനിങ്ങനെ മറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പല രീതിയിലും ഞാൻ അങ്ങനെ മോശപ്പെട്ടവനായിട്ടാണ് എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ സമൂഹത്തിന്റെ മുമ്പിൽ എന്നും അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ തീർന്നത്. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 12ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചതിന് ശേഷം എനിക്ക് 12ാം ക്ലാസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ കുറച്ച് എന്താ പറയുന്നത്, ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ പണം ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരാളായി തീരണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 12ാം ക്ലാസ്സിന്റെ പഠനം ഞാൻ പൂർത്തീകരിക്കാതെ ഞാനും എൻ്റെ ഒരു സ്നേഹിതൻ, എൽദോസ് എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ, ഇന്ന് അദ്ദേഹം UK-യിലായിരിക്കുന്നു. അദ്ദേഹം ഞാനും കൂടെ പഠനമെല്ലാം വേണ്ടാന്ന് വെച്ച് ഞങ്ങള് അവിടുന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങാനിടയായി തീർന്നപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു, മോനെ ഇപ്പൊ പഠിക്കേണ്ട നല്ലൊരു സമയമാണല്ലോ, എന്തിനാ അതെല്ലാം വിട്ടിട്ട് പോകുന്നത് എന്നെല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ ആരുടെയും വാക്ക് കേൾക്കാതെ എൻ്റെ പഠനം എല്ലാം വേണ്ടാന്ന് വെച്ച് ഞാൻ ജോലിക്കായിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, അന്നേരം അവരെന്നെ ഒരുപാട് ഉപദേശിക്കുകയൊക്കെ ചെയ്തു. നീ ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്, ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ട, ഞങ്ങൾ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ആദ്യം ഒരു ന്യൂസ് പേപ്പർ ഇടാനായിട്ട് രാവിലെ പല ഭവനങ്ങളിൽ ഇടാനായിട്ട് പോകുമായിരുന്നു. അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് ജോലി. അത് രാവിലെ 5 മണിക്ക് പോകണം, 6-6:30 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് തീരും. അത് ഏകദേശം ഒരു മാസം ഞാൻ ചെയ്തു. പക്ഷെ അതും കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞാൻ ആഗ്രഹിച്ചു വേറെ നല്ല ജോലിക്ക് പോകാം. അങ്ങനെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എറണാകുളം ജില്ലയില് കാലടിക്കടുത്ത് നിറപറ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയ ഒരു റൈസ് മില്ല്, അതുമാതിരി അതിന് നല്ല റൈസ് പൗഡർ, മസാല, പിക്കിൾസ് എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു വലിയൊരു കമ്പനിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കമ്പനിയിൽ ഞങ്ങൾ SNDP ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ജോലി കിട്ടാനായിട്ട് യാതൊരു വിഷയമില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഫാമിലി ആളുകളാണ് അവിടെ ഉള്ള എല്ലാവരും. അപ്പൊ അങ്ങനെ
എൻ്റെ ഒരു ജ്യേഷ്ഠൻ അവിടെ ഉണ്ട്. ജ്യേഷ്ഠനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ പഠിക്കുക, എന്നിട്ട് നമുക്ക് നല്ല ജോലി നോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും നോക്കാതെ എനിക്ക് ഇപ്പോൾ തന്നെ നല്ലൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ കയറിപ്പറ്റി. അവിടെ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രൊഡക്ഷന്റെ, അതായത് മെഷീൻ ഓപ്പറേറ്റർ ആയിട്ടായിരുന്നു എനിക്ക് അവിടെ ജോലി കിട്ടിയത്. അപ്പോൾ ഈ മസാലയും അതുമാതിരിയൊക്കെ പാക്ക് ചെയ്യുന്ന ഇതിലായിരുന്നു എനിക്ക് ജോലി. അങ്ങനെ നൈറ്റ് ആയിരുന്നു എനിക്ക് ഡ്യൂട്ടി. അപ്പൊ ഈ മസാലയൊക്കെ ഇപ്പൊ ഇങ്ങനെ പാക്ക് ചെയ്ത് വരുന്ന സമയത്ത് ചില മസാലയുടെ പാക്കുകൾ ഒന്നും എന്ത് ചെയ്യുക, അത് നല്ല ജോയിന്റ്സ് ആവില്ല. അപ്പൊ പൊട്ടി അത് കൈകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ രാത്രി കിടന്നുറങ്ങാൻ പറ്റാതെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ജോലിയും പിന്നെ അധികം നാൾ പോയില്ല, അതും വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര ക്രൈസ് ആയിരുന്നു, ഞാൻ ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടിയിൽ എവിടെയെങ്കിലും പോകാനാണ് കിട്ടുമെങ്കിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സെയിൽസിൽ കയറി. അങ്ങനെ സമയം കിട്ടുന്ന ഗ്യാപ്പുകളിലൊക്കെ ഞാൻ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ച് എനിക്ക് അങ്ങനെ ഓടിക്കാനൊക്കെ ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചു. അങ്ങനെ കേരളത്തിന്റെ 14 ജില്ലകളിലും ഞാൻ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്കൊരു ആഗ്രഹം, സ്വന്തമായിട്ട് വണ്ടി മേടിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയി. എന്നാൽ പൈസയൊക്കെ കയ്യിൽ വന്നെങ്കിലും വേണ്ട പോലെ എനിക്കത് വിനിയോഗിക്കാനൊന്നും പറ്റിയില്ല. അവസാനം ഞാനൊരു ചെറിയ വാഹനം മേടിച്ചെങ്കിലും അതിന് ഒരുപാട് കടങ്ങളെല്ലാം വന്നു കയറി. അതിനുശേഷം ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് മാറിയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇവിടെ അമ്മയുടെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലായിരുന്നു ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് പിന്നെ ജോലി ഇല്ലാതെയായി. എനിക്ക് പിന്നെ കടഭാരങ്ങളൊക്കെ വന്നു കയറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി അവരൊക്കെ സ്വാഭാവികമായ ഉള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ ആർക്കും നമ്മളെ വേണ്ട. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരും എന്നോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോ എന്നൊക്കെ പറയാനിടയായി തീർന്നു. പക്ഷെ വീട്ടിലേക്ക് പോയില്ല. അങ്ങനെ അവിടെ തന്നെ നിന്നു. ഞാൻ പല ജോലികളൊക്കെ നോക്കി, പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ചെറിയ പെയിന്റിങ്ങിന്റെ ജോലിക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പണിക്കായാലും പോകാൻ ഞാൻ തയ്യാറാണ്, കാരണം ഇപ്പൊ എന്റെ സ്ഥിതി അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനൊരു പെയിന്റിങ്ങിന്റെ ജോലിക്കായിട്ട് പോയി. പക്ഷെ പെയിന്റിങ്ങിന്റെ ജോലിക്കായിട്ട് പോയെങ്കിലും എനിക്ക് ഒരു സന്തോഷം ഉള്ളിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ വല്ലാത്ത ടെൻഷനിലാണ് യാത്ര ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് എന്നെ കൊണ്ടുപോയ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങള് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര നിരാശയും ഭയങ്കര വേദനയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. കാര്യം നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാനിടയായി. ഞാൻ ചോദിച്ചു അത് ഏത് ദൈവമാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു യേശു കർത്താവാണെന്ന്. ഞാൻ ഒരുപാട് യേശു കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു ഹല്ലേലൂയ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ പല പ്രാവശ്യം എന്നെ അദ്ദേഹം നിർബന്ധിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഏത് ഗ്രൂപ്പാ, ഏത് സംഘടന എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ ഇരുന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയൊക്കെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ മറ്റു പെന്തിക്കോസുകാരാണോ എന്നൊക്കെ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് വരാൻ താല്പര്യമില്ല, കാരണം ഞാൻ അവരെ ഒരുപാട് കളിയാക്കുകയും അവരെ ഒരുപാട് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം, മനസ്സില്ല മനസ്സോടെ ഒരു ദിവസം സൺഡേയിൽ എന്നെ വിളിച്ചു. ഞാൻ പോയി. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കയറിയിരുന്നു. അവിടെ എന്താ അവിടെ നടക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കയറി അവിടെ ഇരുന്നെങ്കിലും എൻ്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ടു. ആരോ എന്നോട് സംസാരിച്ചു, നീ വന്നത് വൃഥാവല്ല, ഞാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നെന്നൊരു ശബ്ദം കേട്ടു. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദൈവജനവും അവിടുത്തെ ദൈവദാസൻ എന്നോട് ചോദിച്ചു, മോനെ നീ ഒരിക്കലും ഭാരപ്പെടരുത്, നീ യേശുവിനെ പിൻപറ്റിക്കൊള്ളാം, യേശു നിന്നെ അനുഗ്രഹിക്കുക ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് എനിക്കൊരു പുതിയ നിയമത്തിന്റെ ഒരു ബൈബിളും തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് വായിക്കണം, ഇനി പ്രാർത്ഥനയ്ക്കൊക്കെ വരണം, ഇന്നു മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പറഞ്ഞു. എന്നും പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ അന്നും എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു, യേശു സത്യദൈവമാണെങ്കിൽ എൻ്റെ ഈ ജീവിതത്തെ മാറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു രാത്രി 7 മണിയായി. 7 മണിയായപ്പോൾ ഞാനൊന്ന് ഇരുട്ടത്തേക്ക് മാറി നിന്ന്, അപ്പൊ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലാണ്. ഒരു ഇരുട്ടത്ത് മാറി നിന്ന് ഞാൻ ഇങ്ങനെ പറയാണ്, യേശുവേ അങ്ങ് സത്യമായ ദൈവമാണെങ്കിൽ, ഞാൻ ഇന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ ചെന്നപ്പോൾ ആ കേട്ട ശബ്ദം അനുസരിച്ച് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, യേശു ദൈവമാണെങ്കിൽ എൻ്റെ ഈ ജീവിതത്തെ മാറ്റുമെങ്കിൽ ഞാൻ എന്റെ ജീവിതം തന്നെ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് അത്രയും പറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഒരു ശക്തി എന്റെ മേലിലേക്ക് വന്ന് എന്നെ അങ്ങ് ഓട്ടോമാറ്റിക്കലി മൊത്തം ഒരു ചേഞ്ച് ആക്കി അങ്ങ് മാറ്റി.
അതുവരെ ഉണ്ടാവാത്ത ഒരു വല്ലാത്തൊരു സ്പർശനം എന്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയുണ്ട്. ഒരു എന്താ പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്നത് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തെ മൊത്തം അങ്ങ് മാറ്റിക്കളഞ്ഞു. അന്ന് രാത്രിയിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി. അതുവരെ ഹല്ലേലൂയ ഞാൻ എന്റെ അപ്പനെയും അമ്മയും യഥാർത്ഥമായ റിയൽ ഞാൻ സ്നേഹിച്ചിരുന്നില്ല. പക്ഷെ യേശുവിന്റെ സ്നേഹം വന്നപ്പോൾ ഞാൻ എന്റെ മാതാപിതാക്കളുടെ അടുപ്പിലേക്ക് ഓടി ചെല്ലുവാനായിട്ട് ഇടയായിരുന്നു. അവരോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കാരണം യേശു കാരണമാണ്. അതുകൊണ്ട് ഇനി എന്റെ ജീവിതം യേശുവിന് വേണ്ടിയായിരിക്കും എന്ന് മാതാപിതാക്കളോട് പറഞ്ഞു. പക്ഷെ മാതാപിതാക്കൾ പറഞ്ഞു, മോനെ ഞങ്ങൾ ഹിന്ദുവായിട്ടാ ജനിച്ചത്, നിന്നെ ഞങ്ങൾ ക്രിസ്ത്യാനിയാക്കിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ വരുവാനുള്ള ഒറ്റ കാരണം യേശു കാരണമാണെന്ന് പറഞ്ഞു. ഇനി ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി മാത്രമായിരിക്കും. എനിക്ക് അമ്പലത്തിൽ പോകാനോ മറ്റു കാര്യങ്ങളോ ഒന്നും എന്നോട് പറയരുത്, ഞാൻ അതിന് തയ്യാറല്ല. ഇനി ജീവിക്കുന്നത് എന്റെ കർത്താവിന് വേണ്ടിയായിരിക്കും എന്നും പറഞ്ഞ് അവര് പറഞ്ഞു, മോനെ നിനക്ക് അങ്ങനെ പോകാനാണ് നീ പൊക്കോ, ഞങ്ങൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കരുത്, നീ ഇങ്ങോട്ട് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. പിന്നെ എന്റെ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ഞാൻ എപ്പോഴും എവിടെ പോയാലും എന്റെ കയ്യിൽ എപ്പോഴും ഒരു ബൈബിൾ ഉണ്ടാവും. പിന്നെ അതിനുശേഷം എനിക്ക് നല്ലൊരു ജോലി കിട്ടി, ഒരു കമ്പനിയിൽ ജോലി കിട്ടി. എനിക്ക് ചെറുപ്പം മുതലേ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ഫീൽഡാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എനിക്ക് കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ എവിടെ ചെന്നാലും എന്നെ നല്ല രീതിയിലായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ആരോടും അങ്ങനെ വലിയ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകാത്തത് കൊണ്ട് എല്ലാ രീതിയിലും എന്നെ നല്ല രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. ആ കമ്പനിയിൽ എനിക്ക് 5 മണി വരെ ജോലിയുള്ളൂ. 5 മണിക്ക് ശേഷം ഞാൻ ചർച്ചിൽ പോകും. ചർച്ചിൽ പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ള സമയം എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവദാസനുമായിട്ട് ഷെയർ ചെയ്ത്, പിന്നെ എവിടെയെങ്കിലും പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു. അതിനുശേഷം എനിക്ക് ഈ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ എന്റെ ഭവനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി. അപ്പൊ ഭവനത്തിൽ വരികയും ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അവര് നേരത്തെ പറഞ്ഞിരുന്നു, നിനക്ക് പോകണമെങ്കിൽ നീ അങ്ങനെ പൊക്കോ, അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പല പ്രാവശ്യം എന്നോട് വാണിംഗ് തന്നു. ഞാൻ വീട്ടിൽ ഇവരെ അറിയാതിരുന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പല രാത്രികളിൽ ഇവരെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ പിതാവിനോട് പറഞ്ഞു, നിനക്ക് 5 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ, നീ 7 മണിക്ക് ഉള്ളിൽ വീട്ടിൽ വരാമെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. ആ പറഞ്ഞ 2 പ്രാവശ്യമൊക്കെ ഞാൻ വന്നു. അതിനുശേഷം പിന്നെ എന്റെ സമയം തെറ്റാൻ തുടങ്ങി. അതിനുശേഷം വീട്ടുകാർ എന്നോട് ഇങ്ങനെ വാണിംഗ് ചെയ്തു, യേശുവിനെ വിട്ടാൽ മാത്രം നീ വീട്ടിലേക്ക് വന്നാൽ മതി എന്നോട് പറയും. ഞാൻ ഇതൊന്നും അവരോട് തിരിച്ചൊന്നും മറുപടി പറയാൻ പോയില്ല. അങ്ങനെ പല ഞായറാഴ്ചകളിലൊക്കെ എനിക്ക് നുണ പറഞ്ഞ് എന്ത് ചെയ്യുക, ആരാധനയ്ക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്റെ മാതാവ് കുറച്ച് പൂവും വിളക്കും ഒക്കെ വച്ച് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്കറിയാം എന്തോ ഇവിടെ പരിപാടി നടക്കാനുള്ള പ്ലാനിങ് ആണ്, എന്തോ പദ്ധതിയാണെന്ന് ഇങ്ങനെ മനസ്സിലായി. അത് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. പതിപോലെ പിറ്റേ ദിവസം ജോലിക്ക് പോകുന്ന പോലെ ഞാൻ എല്ലാ കാര്യവും തയ്യാറാക്കി പോകാൻ നോക്കിയപ്പോൾ എന്റെ വണ്ടിയുടെ താക്കോല് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ എന്റെ പിതാവ് ഓടി എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിനക്ക് വേണ്ടിയാണ് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നല്ലോ, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി നീ ഇനി പൊക്കോ എന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കി കാര്യം നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അന്ന് എന്റെ വീട്ടിലെ പൂജാരി, ജ്യോത്സ്യൻ, എന്റെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ എന്ന് വേണ്ട ഒരുപാട് ജനം എന്റെ വീട്ടിൽ വന്നു. എല്ലാവരും വന്ന് എന്നോട് നിർബന്ധിച്ചു. പൂജാരിയും ജ്യോത്സ്യനൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ വന്നിരിക്കെ, നിന്റെ ജീവിതത്തിൽ എന്താണെങ്കിലും നമുക്ക് മാറ്റാം, അങ്ങനെ ഇതൊക്കെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്നത് വളരെ തെറ്റാണ്. ഞാൻ സത്യമായ ഒരു ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ട് പോക്കോ, എന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു. അവരെ വിട്ടു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി. അവിടെ ഗുരുവായൂര് വഴിപാട് കഴിക്കണം, പല സ്ഥലങ്ങളിൽ വഴിപാടൊക്കെ നേർച്ചയൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അവരെ നിർബന്ധിച്ചു. അവരെ ഒരുപാട് പൈസയൊക്കെ മേടിച്ചിട്ട് പോയി. അതിനുശേഷം എന്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും അവിടെ നടുവിലേക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇനി അടുത്ത നിന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പ്ലാൻ ഒറ്റ പ്ലാനേ ഉള്ളൂ, ഇനി എനിക്ക് എന്റെ ജീവിതം യേശുവിന് വേണ്ടി മാത്രം, യേശു വിട്ടിട്ട് ഒരു ജീവിതമില്ല. പക്ഷെ എന്റെ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ജീവിക്കുന്നെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോ എന്റെ അമ്മാച്ചന്മാരെല്ലാരും പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്തോ, നിനക്ക് യേശു ആണല്ലോ നിനക്ക് കാര്യം, നീ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കോളാം.
ഞാൻ പറഞ്ഞു പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോ എന്റെ വണ്ടി വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വണ്ടിയുടെ താക്കോല് തന്നേരെ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോ വേറൊരു അമ്മാച്ചൻ പറഞ്ഞു ഇത്ര നാളും വളർത്തിയതിന്റെ പ്രതിഫലം കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വണ്ടിയാണോ വേണ്ടത് ചോദിച്ചു. വച്ചോളാൻ പറഞ്ഞു. എന്റെ ദൈവം വണ്ടിയല്ല സകലം തരുവാൻ എന്റെ ദൈവം വലിയവനാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോ ഒരു കാര്യം പിന്നെ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ തൽക്കാലം വീട്ടിൽ നിന്ന് പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വീട്ടിലിരുന്ന അവരെല്ലാം പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷെ വീട്ടിലിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല, വല്ലാത്തൊരു പ്രയാസമൊക്കെയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്റെ ചർച്ചിൽ ഞാൻ ദൈവാസനോട് പറഞ്ഞിരുന്നു വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു, അപ്പൊ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിനുശേഷം ഞാൻ തീരുമാനമെടുത്തു ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കാര്യമില്ല, എനിക്ക് ഒരു സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും, എന്നല്ലെങ്കിൽ ഇവരെല്ലാം എന്നെ വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കും. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. എൻ്റെ കയ്യിലുള്ള ഒന്ന് രണ്ട് ഡ്രസ്സും ബൈബിളും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ പിതാവിനോട് പറഞ്ഞു ഞാൻ പോവാണ്, ഇനി എനിക്കിവിടെ നിന്നാൽ എനിക്കൊരു സന്തോഷമില്ല. അപ്പൊ പിതാവ് പറഞ്ഞു നീ പൊക്കോ, പക്ഷെ നീ എവിടെ പോയാലും നീ നന്നാവത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അതെന്റെ ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്നാക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കൊണ്ടുവന്നാക്കി. അങ്ങനെ ഞാൻ അന്ന് രാത്രിയിൽ ചർച്ചിൽ നിന്നു. അതിനുശേഷം ഞാൻ ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു ദൈവാസൻ എൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. അവിടെ അദ്ദേഹവും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു ദൈവാസനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഒരു മാസം അടുത്ത് ഞാൻ അവിടെ നിന്നു. അപ്പൊ ആ സമയത്ത് സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ അറിയത്തില്ല. അപ്പോ അവിടെ നിന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം പിന്നെ എനിക്ക് തീരുമാനമെടുത്ത് ഞാൻ സ്നാനപ്പെടണം. അതിനുശേഷം പിന്നെ എനിക്കൊരു ആഗ്രഹം തോന്നി, എന്റെ പഠനം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്റെ +2 പഠിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടി, ഞാൻ അത് പഠിച്ചു. അതിനുശേഷം എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവം എനിക്ക് പഠിക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ തന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്, നീ എന്റെ വേലക്കാരനാണ്, നീ എന്റെ വേലക്കായിട്ട് ഇറങ്ങണം. ഞാൻ ഒന്നുകൂടെ വണ്ടി ഒന്ന് ചവിട്ടിയിട്ട് ഒന്നുകൂടെ ആ ശബ്ദം ഒന്ന് കേൾക്കാമെന്ന് ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ ശബ്ദം വീണ്ടും കേൾക്കുകയാണ്, നീ എന്റെ വേലക്കാരനാണ്, നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അപ്പോ ഒരു ദൈവാസനം ആരും എന്നോട് പറഞ്ഞതല്ല, ദൈവം ഡയറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു, ഓക്കെ കർത്താവേ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ ചർച്ചിൽ വന്ന് ദൈവാസനമായിട്ട് ഷെയർ ചെയ്തു. ദൈവാസനം ഞാൻ ഇങ്ങനെ ഒരു ദൈവശബ്ദം കേട്ടു, ദൈവം എന്നോട് സംസാരിച്ചു, നീ എനിക്ക് കർത്താവിന്റെ വേലയ്ക്കായിട്ട് പോകണം, എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കണം. അങ്ങനെ പിറ്റേ വർഷം എന്നെ ബൈബിൾ സ്കൂളിൽ, ഞാൻ കൊട്ടാരക്കരയാണ് പഠിച്ചത്, അവിടെ ഒരു വർഷം പഠിച്ചു. അതിനുശേഷം എന്റെ പഠിത്തം ബാക്കി കംപ്ലീറ്റ് ആയത് ആലുവയിലാണ്. അങ്ങനെ 3 വർഷം ഞാൻ ദൈവവചനം പഠിച്ചു. ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഗ്രാജുവേഷനൊക്കെ അടുത്ത് വരുന്നു. എവിടെ പോകണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പല രാത്രികളിലും ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എങ്ങനെ വേല ചെയ്യും, എവിടെ വേല ചെയ്യും, ആരെന്നെ സഹായിക്കും എന്നൊക്കെ ഒരുപാട് ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഗ്രാജുവേഷന്റെ അടുത്ത് വരുന്നു. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി വഴി ഒരുക്കുമെന്ന് എനിക്കറിയാം. അതിനുശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം എനിക്ക് കണ്ണൂര് ചിൽഡ്രൻസ് ഹോം ഉണ്ട്, അവിടെ കുഞ്ഞുങ്ങളുടെ ഇൻചാർജ് ആയിട്ട് എന്നെ അവിടെ പോസ്റ്റായി. അപ്പോ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം എന്നെ 5 വർഷം ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അനേക കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാനിടയിൽ തീർന്നു. അനേക മാതാപിതാക്കളില്ലാത്ത അനേക കുഞ്ഞുങ്ങളുടെ ഇടയിൽ ദൈവം എന്നെ 5 വർഷം അവിടെ നിർത്തി ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ശുശ്രൂഷ ഇതല്ല, ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കണ്ണൂരിൽ നിന്ന് വീണ്ടും എൻ്റെ ഭവനത്തിലേക്ക് വന്നു, പെരുമ്പാവൂർ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു പുതിയ സ്ഥലത്ത് പോയിട്ട് ഒരു വേല തുടങ്ങാലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ ദേശത്ത് പോയിട്ട് എന്നും പ്രാർത്ഥിക്കുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവിടെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ വേല അത്ര ഇതായില്ല. അങ്ങനെ പല ചർച്ചുകളിലേക്ക് എന്നെ വിടുവാനായിട്ട് ഇടയായി തീർന്നു, ദൈവദാസന്മാരില്ലാത്ത ചർച്ചുകൾ. അങ്ങനെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനൊക്കെ ആയിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തും എനിക്ക് ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് കടമുണ്ട്. അപ്പോ ആ കടം എങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ഒരു ജോലിക്കും പോകത്തില്ല, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ആ 1 ലക്ഷം രൂപ 6-7 മാസം കൊണ്ട് ദൈവം അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു തന്നു. 10 മണിക്ക് ശേഷമാണ് എന്റെ മാതാപിതാക്കൾ, ആ സമയത്ത് ഞാൻ എന്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്. എന്റെ മാതാപിതാക്കൾ പറയും, മോനെ നീ എന്തെങ്കിലും ജോലിക്ക് പോയി ജീവിക്കുക, വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ജോലി എന്ന് പറഞ്ഞാൽ
ഇതാണ് സുവിശേഷം അറിയിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക, അതാണ് എന്റെ ജോലി എന്ന് പറഞ്ഞു. അപ്പോ അവരെന്നെ ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ദൈവം എന്നെ ഒരു സ്ഥലത്തും എന്ത് ചെയ്യാൻ രചിപ്പിച്ചില്ല. കാര്യങ്ങളൊക്കെ ദൈവം നല്ല രീതിയിൽ ആക്കി തരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. 6-7 മാസം കൊണ്ട് ആ 1 ലക്ഷം രൂപ എങ്ങനെ അടച്ചു തീർത്തു എന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. അനേകരെ ദൈവ ആ സമയത്ത് എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുന്ന പറഞ്ഞേക്കുന്ന കർത്താവിന്റെ വചനം. അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു. ആ സമയത്ത് എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് വന്നൊരു ചിന്തയാണ്, ദൈവമേ, നോർത്ത് ഇന്ത്യൻ വയലുകളിൽ കർത്താവെ ദൈവഹിതമാണെങ്കിൽ എനിക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് എങ്ങനെ പോകും, ആരെന്നെ കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിങ്ങനെ മിക്കപ്പോഴും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, കേരളമല്ല കർത്താവെ, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം. മരിക്കണമെങ്കിൽ അവിടെ കിടന്നു. ഇതിനെയൊക്കെ ഒരുപാട് ഞാൻ പലരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഭാഷകൾ അറിയത്തില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദേവദാസൻ ഛത്തീസ്ഗഡിൽ നിന്ന് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോ എന്റെ പാസ്റ്റർ പറഞ്ഞു, സീനിയർ ആയിട്ടുള്ള പാസ്റ്റർ പറഞ്ഞു, അപ്പൊ അദ്ദേഹത്തിന് ഒരു വീടുണ്ട്, ആ വീട് കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് റെസ്റ്റിനായിട്ട് അദ്ദേഹം വരുവാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് കൂടെ നിൽക്കുവാനും ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും, ബാക്കിയുള്ള സമയം താങ്കൾക്ക് കർത്താവിന്റെ വേലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുവാനും ഒരുപാട് അനുഭവങ്ങൾ നോർത്ത് ഇന്ത്യയിലെ കുറിച്ച് കേൾക്കുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നോർത്ത് ഇന്ത്യയിലെ വയലുകളൊക്കെ വിളഞ്ഞു കിടക്കുക ദിവാസനെ, പ്രാർത്ഥിച്ചു നോക്ക്, ദൈവഹിതമാണെങ്കിൽ പോരെ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പാസ്റ്റേ, പ്രാർത്ഥിച്ചു നോക്കട്ടെ, ദൈവഹിതമാണെങ്കിൽ തീർച്ചയായും ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 1 മാസം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം തിരിച്ചു മടങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവഹിതമാണെങ്കിൽ ഹല്ലേലൂയ നോർത്ത് ഇന്ത്യ പോകണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ ആ പാസ്റ്ററുടെ ഭവനത്തിൽ അദ്ദേഹം എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാനിങ്ങനെ രാത്രി ഒരു 11-12 മണി സമയത്ത് ഇങ്ങനെ മുറ്റത്തെ കൂടെ നടന്നിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവെ, ദൈവഹിതമാണെങ്കിൽ എന്നോട് സംസാരിക്കണമേ. ഒരു 11:30 ആയപ്പോൾ ഒരു ദൈവശബ്ദം കേട്ടു, നീ പൊക്കോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ. പിറ്റേ ദിവസം സൺഡേ ആണ്. ഞാൻ ചർച്ചിൽ ചെന്ന് പറഞ്ഞു, ദൈവമക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോവാണ്, അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ ഒരുപാട് പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചവരുണ്ട്, ഒരുപാട് പേര് എന്നെ നിരുത്സാഹപ്പെടുത്തിയവരുണ്ട്. പക്ഷെ ഞാൻ ആരുടെയും വാക്കെടുക്കാൻ പോയില്ല. കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അത് ഏറ്റെടുത്തു. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം അത്ഭുതങ്ങളെ ചെയ്ത് അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ചു. നോർത്ത് ഇന്ത്യയിൽ വയലുകളിലേക്ക് പോവുകയാണ്. ഭാഷ അറിയത്തില്ല, ഹിന്ദി വായിക്കാൻ അറിയാം, കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലാതെ പറയാനൊന്നും അധികം അറിയത്തില്ല. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളും അവിടുത്തെ പാസ്റ്ററുടെ കൂടെ പല സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നു. ഒരുപാട് കാര്യങ്ങൾ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. അത് എന്റെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. സ്തോത്രം. അപ്പോ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയി. അദ്ദേഹം എനിക്ക് മലയാളത്തിൽ ഞാൻ പറയും, അദ്ദേഹം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും. അങ്ങനെ പോയി അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ദേവാസനെ, എന്നും ഇങ്ങനെ പറ്റത്തില്ല, താങ്കൾ ഇവിടെ വന്നെങ്കിൽ ഹിന്ദി പഠിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ റൂമിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ, ദൈവത്തിന്റെ ശബ്ദം കേട്ട ഞാൻ ഇവിടെ വന്നു, എനിക്ക് ഭാഷ പഠിച്ചേ പറ്റുള്ളൂ, ഭാഷ തന്നേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗ്രാമത്തിൽ നിന്ന് ഒരു ദൈവാസനെ എന്നെ കൂട്ടിക്കൊണ്ടുവരിക വന്നേക്കാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഗ്രാമത്തിലേക്ക് പോയി. എനിക്ക് ആ ഗ്രാമമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഫുൾ സമയം അവിടുത്തെ ആരാധന, കോട്ടേജ് മീറ്റിംഗ്, ഉപവാസ പ്രാർത്ഥന എന്നുവേണ്ട ഫുൾ ടൈം എനിക്ക് പ്രസംഗിക്കാനായിട്ട് എപ്പോഴും സമയം തന്ന. അങ്ങനെ ഞാൻ 2 മാസം കൊണ്ട് ഏകദേശമൊക്കെ പ്രിപ്പയർ ആയി. ഭാഷകൾ ഒരു കാര്യങ്ങളൊക്കെ പറയുവാൻ ദൈവം എനിക്കൊരു പഠിപ്പിച്ചു എന്റെ കുറെ കാര്യങ്ങൾ. അതിനുശേഷം എനിക്കൊരു ചർച്ച് കിട്ടി. ഒരു പഴയ ചർച്ചാണെങ്കിലും കിട്ടി. കുറച്ച് വിശ്വാസികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ ആദ്യം ചെന്നപ്പോൾ കുറച്ച് ദിവസം ഉപവസിക്കാം എന്നുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. അപ്പോൾ ആ സമയത്ത് എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു 40 ദിവസം ഉപവസിക്കാം എന്നുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം എനിക്കൊരു പെങ്കൊച്ചിനെ കാണിച്ചു തന്നു. നീ ഈ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കണം. അപ്പോ എന്റെ ആഗ്രഹം കേരളത്തിൽ നിന്ന് കല്യാണം കഴിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ദൈവം എന്നെ കാണിച്ചു തന്നത് അവിടുത്തെ ഛത്തീസ്ഗഡുകാരിയായ ഒരു പെങ്കൊച്ചിനെ എന്നെ കാണിച്ചു തന്നു. നീ ആ പെങ്കൊച്ചിനെ വിവാഹം കഴിക്കണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കർത്താവ് എന്ത് പറഞ്ഞു അത് ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ
പറഞ്ഞ സമയത്ത് ഞാൻ ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ദൈവാത്മാവ് എന്നോട് ഇടപെട്ട് താങ്കളെ കല്യാണം കഴിക്കണമെന്ന്. താങ്കൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു രോഗിയാണെന്ന് പറഞ്ഞു. ഞാൻ താങ്കളെ കല്യാണം കഴിച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല, ദൈവം പറഞ്ഞതാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞു. പുള്ളിക്കാരി വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിക്കട്ടെ, ദൈവഹിതമാണെങ്കിൽ നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ 40 ദിവസം ഉപവസിച്ചു. ഒരു വിവാഹവും ചർച്ചിന്റെ വിഷയങ്ങളൊക്കെ വെച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്റെ വൈഫായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം ഇടപെട്ടു. അവരുടെ മാതാപിതാക്കളോട് ഇടപെട്ടു. ഇന്ന് വരെ അവരെന്റെ വീട് കണ്ടിട്ടില്ല, എന്റെ മാതാപിതാക്കളെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, എന്റെ സ്വഭാവം ഒന്നും അറിയത്തില്ല. പക്ഷെ ദൈവം അവരോട് സംസാരിച്ചു എന്ന രീതിയിലാണ് എന്റെ വിവാഹം നടന്നത്. അങ്ങനെ പുള്ളിക്കാരി അങ്ങനെ പുള്ളിക്കാരി ഓക്കെ പറഞ്ഞു, അവരുടെ കുടുംബക്കാർ ഓക്കെ പറഞ്ഞു. അങ്ങനെ വിവാഹത്തിന് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടും എന്റെ ക്യാരക്ടർ എന്തായിരുന്നു ഒന്നും അവർക്ക് അറിയത്തില്ല. പക്ഷെ അവരുടെ സ്വന്തക്കാരും ബന്ധുമിത്രാദികളൊക്കെ നമ്മുടെ സമൂഹം ഉൾപ്പെടെ എന്ത് ചെയ്തു, ഇത് നടക്കത്തില്ല, നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങളുണ്ടാക്കി. കാരണം ഇവരുടെ ഭവനത്തിൽ ഒന്നുമില്ല, വെറും വട്ടപൂജ്യമാണ്. ഇവരുടെ പിതാവ് ഒരു മദ്യപാനിയാണ്. അതിന് മദ്യപാനി ആയതുകൊണ്ട് എല്ലാവരും നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അതിന്റെ താഴെ വൈഫിന്റെ താഴെ 4 കുഞ്ഞുങ്ങളുണ്ട്. രണ്ട് അനിയനും ഒരു അനിയത്തിയും ഉണ്ട്. അപ്പൊ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ല, ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു വീടാണ്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അന്തരീക്ഷം. ഒരു ഒരു ഒന്നുമില്ല. എന്നാൽ ദൈവം എന്നെ കാണിച്ചു തന്ന പ്രകാരം ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരുടെ ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം ഉണ്ടാവണം. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഇച്ചിരി കട്ടിയായിട്ടാണെങ്കിലും നടന്നു. കാര്യങ്ങളൊക്കെ ദൈവം അത്ഭുതം ചെയ്തു. സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ, എല്ലാ കാര്യവും ദൈവം മനോഹരമായിട്ട് അതിനെ തീർത്തു തരുവാനായിട്ട് ഇടയായിരുന്നു. അതിനുശേഷം ഞങ്ങള് വിവാഹം കഴിച്ച് ശേഷം പുള്ളിക്കാരിക്ക് ഒരു ചെറിയ രോഗം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് വരെയും കല്യാണത്തിന് ശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു രോഗം ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലായിരുന്നു പറഞ്ഞ സ്ഥാനത്ത് 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഛത്തീസ്ഗഡിന്റെ ദേശത്തെ ദൈവം ഞങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ നിന്ന ദേശത്തും മറ്റൊരു ഗ്രാമങ്ങളിലൊക്കെ പുതിയ പുതിയ വേലകൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. പുതിയ പുതിയ ആരാധന കൂട്ടായ്മകൾ തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 6-7 വർഷം ഛത്തീസ്ഗഡിന്റെ ദേശത്തുണ്ടായിരുന്നു. ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് ആ ദേശത്ത് ഉപയോഗിച്ചു. അതിനുശേഷം വൈഫിന്റെ വീട്ടിൽ ഒന്നുമില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് നല്ലൊരു ഭവനം കൊടുത്തു. അവരുടെ പിതാവിന്റെ മദ്യപാനം മാറി. ആ കുഞ്ഞുങ്ങള് ഒക്കെ നല്ല രീതിയിലാകുവാൻ ഇടയായി തീർന്നു. ഇന്ന് 2 സഹോദരങ്ങൾ എന്റെ കൂടെ ഉണ്ട്. ഒരു അനിയത്തി കൊച്ച് അവള് നാട്ടിലാണ് ഉള്ളത്. അങ്ങനെ എല്ലാ രീതിയിലും അവരെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആണ് എന്നെ എന്റെ വൈഫായിരിക്കുന്ന പ്രിയപ്പെട്ടവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോ പറഞ്ഞു വന്നതിന്റെ സാരാംശം, അതിനുശേഷം ആ ഭവനത്തിന്റെ എല്ലാ സ്ഥിതിഗതികൾക്കും മാറ്റം ഉണ്ടായി. ആ ദേശത്ത് ഭയങ്കര ആളുകളെല്ലാം പറയാനിടയായി തീർന്നു. കേരളത്തിൽ നിന്ന് വന്ന ആ സഹോദരന് കാരണമാണ് ആ ഭവനത്തിൽ അനുഗ്രഹം ഉണ്ടായെന്നൊക്കെ പറയാനിടയായി തീർന്നു. എന്നെ കാണുമ്പോൾ അവിടെ ആളുകളെല്ലാം ഓടി വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ ഭയങ്കര കാര്യങ്ങളാണ് അവള് സംസാരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഞങ്ങളുടെ ആദ്യത്തെ മോനെ പ്രസവിക്കുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്, രാത്രിയിൽ ഉറക്കമില്ല. ഒരു ദിവസം രാത്രിയിൽ പുള്ളിക്കാരി ആകപ്പാടെ എന്തൊക്കെയോ തലയടിച്ച് വീഴുന്നു. ഒരു വല്ലാത്ത പ്രയാസം. ഞാൻ ആകപ്പാടെ പേടിച്ചു. പക്ഷെ എന്നെ ദൈവം ബലപ്പെടുത്തി, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നു. ദൈവം എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോവോ, എനിക്ക് ആകപ്പാടെ പേടിയാ. പക്ഷെ ദൈവം എന്നെ ബലപ്പെടുത്തി, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഒക്കെ പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആദ്യത്തെ ഒരു തലമുറയെ തന്നു. അതിനുശേഷം രണ്ടാമതൊരു മോനെ കൂടെ തന്നു. ആ സമയത്തൊക്കെ ഒരുപാട് സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ദൈവം ഒരു സ്ഥലത്തും ലജ്ജിപ്പാൻ ഇടയാക്കിയില്ല. ദൈവം എല്ലാ വഴികളിലും കൂടെ ഇരുന്നു. ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഛത്തീസ്ഗഡിൽ 6 വർഷം ഉണ്ടായിരുന്നു. അവിടെ കാര്യങ്ങളൊക്കെ ദൈവം ഞങ്ങൾ അത്ഭുതകരമായിട്ട് നടത്തി. അതിനുശേഷം ദൈവം എന്നോട് പറഞ്ഞു, ഛത്തീസ്ഗഡിലല്ല നിന്റെ വേല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. മഹാരാഷ്ട്രയിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഇവിടെയും ദൈവം ഞങ്ങളെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ഹല്ലേലൂയ, ദൈവം എവിടേക്കോ ഒരു വ്യക്തിയെ
അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം, നീ നിന്റെ ചാർച്ചക്കാരെയും ബന്ധുമിത്രാദിനെയും വിട്ടുപോ, ഞാൻ നിന്നെ കാണിക്കുന്ന ഒരു ദേശമുണ്ട്, അവിടെ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ, നിങ്ങൾ ഏതെങ്കിലും ഭാരത്താലോ പ്രയാസത്താലോ ബുദ്ധിമുട്ടുവാലോ ഒക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ യേശു സ്വാഗതം ചെയ്തു. യേശുവിന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും നശിച്ചു പോകത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവ് നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് പ്രയാസമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഏകനായിട്ട് ദൈവം എന്നെ വിളിച്ചപ്പോൾ, ദൈവമേ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ഒന്നും നോക്കാതെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ സ്തോത്രം, എന്റെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഉണ്ടായത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും, യാത്രയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും എന്റെ മുമ്പിൽ വരുന്നവരോട് ഒരു വാക്ക് ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ മറന്നു പോകത്തില്ല. കാരണം എന്റെ ജീവിതത്തിൽ അത്രമാത്രം ദൈവം ചെയ്ത ഉപകാരങ്ങളാണ്. സ്തോത്രം. ഒരുപക്ഷെ എന്റെ കൂടെ പഠിച്ച സ്നേഹിതന്മാര്, മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമായിരിക്കും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് ദൈവം എന്നെ വിളിച്ച് വേർതിരിക്കുവാനായിട്ട് ഇടയായിരുന്നു. അവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല. കാരണം അവരൊക്കെ നല്ല നല്ല ജോലിയിലാണ്. പോലീസിലും അതുമാതിരി എഞ്ചിനീയറും ഡോക്ടേഴ്സും ഒക്കെയാണ് എന്റെ കൂട്ടുകാർ. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ദൈവത്തെ അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബൈബിൾ ഹല്ലേലൂയ എടുത്തവനെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഇത് അന്ത്യത്തോളം നമ്മെ നിലനിർത്തുന്ന ഒരു ബൈബിളാണ്. ഇത് അന്ത്യത്തോളം ഹല്ലേലൂയ എവിടെയൊക്കെ ആണെങ്കിലും ആമേൻ, ഇതിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ട് ആരെങ്കിലും ക്ഷീണത്താലും പ്രയാസത്താലും പ്രതിസന്ധിയിലൊക്കെ ആയിരിക്കുന്നവരാരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും സന്തോഷമാക്കി മാറ്റട്ടെ. ഒരുപാട് അനുഭവത്തിൽ കൂടെ ദൈവം എന്നെ കടത്തിവിട്ടു. ഒരുപാട് ശോധനയിൽ കൂടെ കടത്തിവിട്ടു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ എന്താ പറയുന്നത്, വിശ്വാസഗോളത്തിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെയൊക്കെ പോവാനായിട്ട് ഇടയായി തീർന്നു. കാരണം അനുഭവമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. അനുഭവത്തിന്റെ ചെറിയ ചെറുതാണെങ്കിലും അത് ഹല്ലേലൂയ ദൈവം ചിലത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ ഇവിടെ ആദ്യം ഒരു ഹിന്ദി ഫെലോഷിപ്പിന്റെ കൂടെയായിരുന്നു. അവിടെ ചെറിയൊരു പ്രയാസം ഉണ്ടായി. അങ്ങനെ ഞങ്ങള് അവിടുന്ന് മാറുവാനായിട്ടായി തീർന്നു. ഇപ്പൊ ഞങ്ങള് സ്വതന്ത്രമായിട്ട് നിൽക്കുവാണ്. ആ നിൽക്കുന്ന സമയത്ത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം എന്തൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എനിക്ക് മനസ്സിലായി. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു. ഒരു വലിയ കുറച്ച് സ്ഥലവും ഒരുപാട് ബിൽഡിങ്ങും കെട്ടിടങ്ങളൊക്കെ എന്നെ കാണിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ആ സമയത്ത് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ഞാൻ ഷെയർ ചെയ്തു, ദൈവം എന്നെ ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു. അപ്പൊ അവരെല്ലാം പറഞ്ഞു, ആ ദർശനം ഇന്നല്ലെങ്കിൽ നാളെ പൂർത്തിയാവും. താങ്കളെ കുറിച്ച് ദൈവം ചെയ്യാനുള്ള കാര്യങ്ങളാണെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഞാൻ ആ പ്രാർത്ഥന അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു മിനിസ്ട്രി തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇമ്മാനുവൽ പ്രയർ മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി എഴുതി വെച്ച് ഒരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങാനായിട്ട്. ഇന്ന് മലയാളത്തിലും ഹിന്ദിയിലും രാവിലെ 5 മുതൽ 5 വരെ ഒരു ഹിന്ദി സർവീസ് ഉണ്ട്. 5:30 മുതൽ 6 വരെ ഒരു മലയാളം സർവീസ്. അങ്ങനെ 2 സർവീസ് നടക്കുന്നുണ്ട്. ലേഡീസ് പ്രയർ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇമ്മാനുവൽ പ്രയർ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് നടക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ് മീറ്റിങ്ങുകളെല്ലാം. ഒരുപാട് പേര് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം, ദൈവമാണ് ഇതിനെ എന്നെ തുടങ്ങാനായിട്ട് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയ ഗ്രൂപ്പാണ്. ഏകദേശം ഇന്നിപ്പോ ഒരു 6-7 മാസമായേ ഉള്ളൂ. പക്ഷെ വലിയ രീതിയിൽ ഇത് കടന്നു പോകുന്നു. ദൈവം അനേകർക്ക് വിടുതലും ആശ്വാസവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ദൈവം ചിലത് ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം വിശാലതയിലേക്ക് എത്തിച്ചോളും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളെ ദൈവം ഇവിടെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ, ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കേണ്ട. ഇത്ര നേരം സമയം തന്ന കർത്താവിന്റെ ദാസനോട്, ആരോഗ്യ ടിവിയോട് എല്ലാം നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങളും
ഓർമ്മക്കുറിപ്പുകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. വളരെ ചെറുപ്പത്തിൽ തന്നെ ആയിരുന്ന ആ പശ്ചാത്തലത്തിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് കർത്താവിനെ കുറിച്ച് കേട്ട മാത്രയിൽ തന്നെ ഹൃദയത്തിൽ ആ യേശുവുമായിട്ടുള്ള ആ ഒരു ആഴമായ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ തീരുമാനമെടുത്തു. അതിനുവേണ്ടി ദൈവ അവസരങ്ങളെ ഒരുക്കി. ചില സാഹചര്യങ്ങളൊക്കെ തടസ്സം മുൻപിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെയൊക്കെ നടുവിൽ അതിനെ അതിജീവിക്കുവാൻ ദൈവം കൃപ തന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, അറിഞ്ഞ സത്യം മറ്റുള്ളവരെയും അറിയിക്കുക എന്നുള്ള ആഴമായ ഒരു ആഗ്രഹം ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ആ ഒരു ദർശനം, അറിഞ്ഞ സത്യം മറ്റുള്ളവരെയും അറിയിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം ദൈവം സഫലമാക്കട്ടെ. അരോമ ടി വിയിൽ സാക്ഷ്യം പറയുന്നതിന് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ആ കാര്യം, ആ താല്പര്യം അറിയിച്ചു. ഞാനതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു തരാം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഹൃദയത്തിലെ ആഗ്രഹം, സുവിശേഷത്തോടുള്ള താല്പര്യം, തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, താൻ അനുഭവിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം, ആ ദൈവസ്നേഹം തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം ആ ഒരു താല്പര്യം അറിയിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടപ്പാടായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവസരം ഇന്ന് ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സർവശക്തനായ ദൈവം തീർച്ചയായിട്ടും പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിലുള്ളതായ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരോടും, എല്ലാ ജനങ്ങളോടും പങ്കുവയ്ക്കുവാൻ മുന്നോട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഒരു പക്ഷെങ്കിൽ നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലം, നിങ്ങൾക്ക് ഈ യേശുവിനെ വിശ്വസിക്കുവാനോ കേൾക്കുവാനോ കാണുവാനോ ഒക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരിക്കാം. എങ്കിലും അതിൻ്റെ നടുവിൽ നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക. യേശുവുമായിട്ട് ഒരു അടിത്തറ നിങ്ങൾ പാകുകയാണെങ്കിൽ, ആ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുവാൻ തയ്യാറാകുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ആകമാനമായി മാറ്റുവാനിടയായിത്തീരും. വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരും. ഒരു പക്ഷെങ്കിൽ നമ്മളുടേതായ പ്രയത്നം കൊണ്ടോ ജീവിതത്തിലെ പാരമ്പര്യം കൊണ്ടോ എക്സ്പീരിയൻസ് കൊണ്ടോ ഒരു ചുരുങ്ങിയ കാലയളവ് മാത്രമേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അക്കാലയളവിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു നിത്യതയാണ്. അതുകൊണ്ട് ആ നിത്യത നമുക്ക് നഷ്ടമാകാതിരിക്കുവാൻ തക്കവണ്ണം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് വളരെ 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 അസുലഭമായ ഒരു അനുഭവമാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ കേട്ടതായ ഈ സാക്ഷ്യം നിങ്ങളുടെയും ജീവിതത്തിൽ അത് സ്വാധീനിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്കും ദൈവവും കർത്താവുമായി സ്വീകരിക്കുവാനുള്ള അവസരമുണ്ട്. ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. നാം ആയിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ദൈവമായ കർത്താവെ, ഞാൻ എന്നെ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വിഷയങ്ങളെ, എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ രോഗത്തെ, ഞാൻ അഭിമുഖീകരിക്കുന്ന, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകും? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ആമേനെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ആമേനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിക്കുന്നു. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം മാത്രമാകുന്നു എന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ പറയുമ്പോൾ ആമേൻ, ശ്രോതാക്കളെ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കും ആമേൻ താല്പര്യമെങ്കിൽ ആമേൻ ഈ അനുഭവത്തിലേക്ക് പോകാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അജിത് കുമാർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കർത്താവെ, അനുഗ്രഹവും ശാന്തവുമായ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരോമ ടിവിയിലെ ഹല്ലേലൂയ അടിയനെ കർത്താവെ
ഒരു അവസരം കിട്ടിയല്ലോ കർത്താവെ സാക്ഷ്യം പറയുവാൻ. കർത്താവെ ദൈവം ചെയ്ത എല്ലാ ഉപകാരത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അപ്പ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ അതിനു വേണ്ടി ഉപയോഗിച്ചല്ലോ കർത്താവെ. അനേകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ ഒരു അനുഗ്രഹമായി മാറ്റട്ടെ കർത്താവെ. അനേകരുടെ സാക്ഷ്യം മറ്റൊരാൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഒരു അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കുവാൻ ഈ അരോമ ചാനൽ TV ഒരു അനുഗ്രഹമായി തീർക്കട്ടെ കർത്താവെ. ദൈവമേ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എന്ന് കേട്ട ഈ സാക്ഷ്യം കർത്താവെ അനേകർക്ക് അനുഗ്രഹവും സന്തോഷവും വിടുതലുമാക്കി മാറ്റണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനേക ചെറുപ്പക്കാർ, അനേക യൗവനക്കാർ ഹല്ലേലൂയ വല്ലാത്ത ഹല്ലേലൂയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കർത്താവെ, അവർക്കൊക്കെ ഇതൊരു അനുഗ്രഹവും സന്തോഷവും വിടുതലുമാക്കി മാറ്റണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവരെയൊക്കെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ, യേശുവിനെ അറിയുവാൻ ഒക്കെ മുഖാന്തരങ്ങളാവട്ടെ കർത്താവെ. ഹല്ലേലൂയ. അടിയന്റെ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും വിടലും ആക്കി കർത്താവെ അവിടുന്ന് തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കും സഹായിക്കുന്നതിനായി സ്തോത്രം. സമയം കർത്താവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ അല്പനേരം ഹല്ലേലൂയ ദൈവം നടത്തിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാൻ ദൈവമേ അവിടുന്ന് അവസരത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, ഈ അരോമ ജീവിയെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും ഒന്നിനും കുറവില്ലാതെ സഹായിക്കും ഹല്ലേലൂയ മാനിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ് തന്ന എല്ലാ സമയത്തിനും അനുഗ്രഹത്തിനുമായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവ്. സാജിത്ത് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോടും കുടുംബത്തുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തുവാനുള്ള അവകാശമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിവരം ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. God bless you all.